അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബിൽ ഹിറാവ ലക്കൽ മുൽക്കു വഅലൈക തവക്കുൽ. ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് കേസിൽ അകപ്പെട്ടവൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്. പല ആളുകളും കേസിൽ അകപ്പെട്ടുകൊണ്ട് അത് രക്ഷപ്പെടാനായി എന്തെങ്കിലും സൂറത്തുകളോ അല്ലെങ്കിൽ ഒരു ദിക്റുകളോ ചെല്ലാനുണ്ടെന്ന് ചോദിക്കാറുണ്ട്. മഹാനായ ഇമാം ഷബ്റാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ ഖറഅ സ്വാഹിബുൽ ഖളിയത്തി സൂറത്തുൽ ഫീലി, കേസിൽ അകപ്പെട്ടവൻ സൂറത്തുൽ ഫീൽ ഓതി സബ്അ മർറാത്തിൻ 7 തവണ, എന്നാൽ ബരിയത്ത് ആ കേസ് അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കേസിലകപ്പെട്ടവൻ സൂറത്തുൽ ഫീൽ 7 വട്ടം കൃത്യമായി ഓതുക. അള്ളാഹു വിധികൾ നമുക്കനുകൂലമാക്കി കേസ് തള്ളി നീക്കുന്നതാണ്. മഹാനായ ഇമാം സനൂസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, കേസിലകപ്പെട്ടവൻ 7 തവണ ഈ സൂറത്ത് ഓതുന്നതിനോടുകൂടെ അവൻ അറസ്റ്റ് ചെയ്യുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ, കേസ് വലുതാവുകയോ അവൻ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് കേസ് എത്തിത്തീരുകയോ ചെയ്യുന്നു എന്ന് അവൻ പേടിക്കുന്നുവെങ്കിൽ, യജിബു അല ഷഖ്സില്ലദീ യഖ്ശൽ ഇഅ്തിഖാല, അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പേടിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യമാണ് അൻ യഖ്റഅ യാ മുഹ്യി മാ ഹാദാ, ഈ സൂറത്ത് ഓതുന്നതിനോടുകൂടെ അള്ളാഹുവിൻ്റെ നാമമായ യാ മുഹ്യി എന്ന ഇസ്മ അവൻ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ സൂറത്തുൽ ഫീൽ 7 വട്ടവും യാ മുഹി എന്ന ഇസ്മ അവൻ എണ്ണം കണക്കാക്കാതെ ധാരാളം വട്ടം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അറസ്റ്റ് പോലുള്ള വിധികളിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കും. മഹാനായ ഇമാം സനൂസി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫവായിദുൽ ഇസുൽ അസ്നയിലും ഇമാം ഷബ്റാവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിതാബുൽ ഫവായിദിലുമെല്ലാം ഈ കർമ്മത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ഈ കർമ്മത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മുഹി എന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ കേസുകളിൽ നിന്നും എല്ലാ ആരോപണങ്ങളിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.